നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കേരളത്തിലെ പല വിവാഹിതരായ ദമ്പതികളും നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ്. ദാമ്പത്യ ജീവിതത്തിലെ മാതാപിതാക്കളുടെ ഇടപെടൽ. ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. പല മക്കളും അവരുടെ മാതാപിതാക്കളുമായിട്ട് തർക്കിക്കുന്നതിനും ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നതിനുമൊക്കെ കാരണമാകുന്നതുകൊണ്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് ചിന്തിക്കാമെന്ന് വിചാരിച്ചത്. നിങ്ങൾ ഒരു രക്ഷിതാവാണെങ്കിലും വിവാഹിതനായ അല്ലെങ്കിൽ വിവാഹിതയായ ഒരു വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പദ്ധതിയിടുന്ന ഒരാളാണെങ്കിലും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഈ സംഭാഷണം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താനായിട്ട് കാരണമായി മാറിയേക്കാം. ഒന്നാമതായി നമ്മൾ ചിന്തിക്കേണ്ട ചോദ്യം അല്ലെങ്കിൽ വിഷയം എന്നുള്ളത്, എന്തുകൊണ്ടാണ് ഈ മാതാപിതാക്കൾ അവരുടെ പ്രായപൂർത്തിയായ വിവാഹം കഴിഞ്ഞ മക്കളുടെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് കാരണമായിട്ട് മാറുന്നത്? നമുക്കിതൊന്ന് സങ്കല്പിച്ച് നോക്കാം. പുതുതായിട്ട് വിവാഹിതയായ അജയും മീരയും അവരുടെ ആദ്യത്തെ വീട്ടിലേക്ക് അവർ താമസം മാറുകയാണ്. അവർ ഒരുമിച്ച് ഒരു യാത്ര ആരംഭിക്കുകയാണ്. അവരുടെ ജീവിതം തുടങ്ങുകയാണ്. അവരുടെ ജീവിതം ആരംഭിക്കുന്നതിൻ്റെ ആവേശമൊക്കെ അവർക്കുണ്ട്. അവരുടെ ഓരോ തീരുമാനങ്ങളും അവർ എടുക്കുന്നു. പക്ഷേ സംഭവിക്കുന്ന ഇതാണ്: എന്ത് ഫർണിച്ചർ വാങ്ങണം, പണം എവിടെ നിക്ഷേപിക്കണം, ഓരോ കാര്യങ്ങളും എവിടെ വയ്ക്കണം, പാചകം എങ്ങനെ ചെയ്യണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും മാതാപിതാക്കൾ ഇടപെടാനായിട്ട് തുടങ്ങുന്നു. ഈ മാതാപിതാക്കളുടെ ഇടപെടൽ മീരയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളിയായിട്ട് മാറുകയാണ്. അജയോടൊപ്പം ഒരു ജീവിതം തുടങ്ങാനായിട്ട് ആരംഭിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന മീരയെ സംബന്ധിച്ചിടത്തോളം ഈ മാതാപിതാക്കളുടെ ഇടപെടൽ അവൾക്കൊരു വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുകയാണ്. വീട് എങ്ങനെ നോക്കണമെന്ന് മീരയോട് പറയാനായിട്ട് അജയുടെ അമ്മ ദിവസവും അവളെ വിളിക്കുന്നു. എല്ലാ വൈകുന്നേരവും അജയ് വീട്ടിൽ വന്ന് അച്ഛനെയും അമ്മയെയും കാണണമെന്ന് നിർബന്ധിക്കുന്നു. മീര വല്ലാതെ ഒരു ശ്വാസം മുട്ടലിലേക്ക് കടന്നു പോകുന്നു. അവളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒക്കെ ഉപേക്ഷിച്ച് ഇവർ രണ്ടുപേരും ഒരു ജീവിതം ആരംഭിക്കുമ്പോൾ അജയുടെ മാതാപിതാക്കൾ ചെലുത്തുന്ന സ്വാധീനം അവരുടെ കുടുംബജീവിതത്തിലേക്ക് ഒരു കല്ലായി കടന്നു വരുന്നു. ചില ഞെരുക്കങ്ങൾ അവരുടെ ജീവിതത്തിൽ അതുണ്ടാക്കുന്നു. അധികം വൈകാതെ തന്നെ അവരുടെ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴാൻ തുടങ്ങുന്നു. കാരണം അജയും മീരയും ഈ വിഷയങ്ങളെക്കുറിച്ച് തർക്കങ്ങൾ ആരംഭിക്കുന്നു. ഇത് ഒരുപക്ഷെ നിങ്ങൾക്ക് പരിചിതമായ ഒരു സാഹചര്യമായിരിക്കാം. കേരളത്തിലെ പല ദമ്പതികളുടെയും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം ഇതാണെന്ന് പല പഠനങ്ങളും കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്: എന്തുകൊണ്ടാണ് നമ്മുടെ ഈ മാതാപിതാക്കൾ മക്കൾ പ്രായപൂർത്തിയായെങ്കിൽ കൂടി അവരുടെ വിവാഹ ജീവിതത്തിൽ ഇടപെടുന്നത്? ഇത് ഒരു വലിയ ചോദ്യമാണ്. നമുക്കുത്തരം വളരെ ലളിതമാണ് താനും. എന്ന് പറയുമ്പോൾ അതിൻ്റെ യഥാർത്ഥ കാരണം ഇതാണ്: മാതാപിതാക്കളുടെ മക്കളോടുള്ള സ്നേഹമാണ്. ഈ സ്നേഹം മക്കൾക്ക് ഒരു കുറവും ഉണ്ടാവരുത്, അവർ വിഷമിക്കാൻ പാടില്ല, അവരുടെ ജീവിതത്തിൽ എല്ലാം നന്നായി വരണം എന്ന മാതാപിതാക്കളുടെ ആഗ്രഹം കൊണ്ടാണ് ഭൂരിഭാഗം കേസുകളിലും ഈ മാതാപിതാക്കൾ മക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. പല മാതാപിതാക്കളും മക്കൾ പ്രായപൂർത്തിയായി എന്ന് അംഗീകരിക്കാനായിട്ട് വിഷമമുണ്ട് താനും. അപ്പം അതുകൊണ്ട് തന്നെ ഈ മക്കളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താനായിട്ട് അവർക്ക് എപ്പോഴും ഒരു താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അവർ അറിയാതെ തന്നെ അങ്ങനെ ഒരു നിയന്ത്രണത്തിലേക്ക് അവർ കടന്നു പോകുന്നു എന്നുള്ളതും വാസ്തവമാണ്. അപ്പോൾ കേരളത്തിലെ പല മാതാപിതാക്കൾക്കും അവരുടെ മക്കളോട് വിവാഹത്തിന് ശേഷവും വലിയൊരു ഉത്തരവാദിത്വം ഉണ്ട് എന്ന് തോന്നുന്നു എന്നുള്ളത് വാസ്തവമാണ്. തങ്ങളുടെ മക്കൾ കഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ വിഷമാവസ്ഥയെ തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഭയമൊക്കെയാണ് ഇപ്രകാരം അഭിപ്രായങ്ങൾ പറയാനും അവരുടെ ജീവിതത്തിലേക്ക് നിർദ്ദേശങ്ങൾ നൽകാനൊക്കെ അവരെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയൊരു യാഥാർത്ഥ്യമാണ്. മാതാപിതാക്കളുടെ സ്നേഹമാണ് ഭൂരിഭാഗം കേസുകളിലും ബാക്ക്ഗ്രൗണ്ടായിട്ട് നിൽക്കുന്നത്. ഈ സ്നേഹം ഭയമായിട്ട് മാറുമ്പോൾ ആവശ്യമില്ലാത്തപ്പോഴും ഉപദേശങ്ങൾ നൽകുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. എന്നാൽ ഈ നിരന്തരമായ ഈ ഇടപെടൽ മക്കളുടെ ദാമ്പത്യത്തെ സഹായിക്കുന്നതിന് പകരം പലപ്പോഴും അത് തകർക്കുകയാണ് ചെയ്യുന്നത് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ പോലും കഴിയുന്നില്ല. പണ്ടത്തെ തലമുറയൊക്കെ അങ്ങനെയായിരുന്നു, ഞങ്ങൾ അങ്ങനെയാണല്ലോ ജീവിച്ചത്, പിന്നെ ഇവർക്ക് മാത്രമല്ല ഇതൊരു കുഴപ്പം. അങ്ങനെ പല തരത്തിലുള്ള ചോദ്യങ്ങളും നമ്മൾ ചോദിക്കാറുണ്ട്. പക്ഷേ കാലം മാറുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യനെക്കുറിച്ചുള്ള നമ്മുടെ വീക്ഷണങ്ങളും അതുപോലെ നമ്മുടെ ഉൾക്കാഴ്ചകളൊക്കെ മാറുന്നത് നമ്മുടെ ബന്ധങ്ങളെ കുറേ കൂടിയൊക്കെ ഊഷ്മളമാക്കുമെന്നുള്ളതാണ് പഠനങ്ങൾ നമ്മളെ കാണിക്കുന്നത്. അതുകൊണ്ട് ഇപ്രകാരമുള്ള ഇടപെടൽ ഉണ്ടാക്കുന്ന ദോഷങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ
നമുക്ക് പലപ്പോഴും നമ്മുടെ ഈ ഇടപെടാനുള്ള നമ്മുടെ ത്വരയെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് നമുക്ക് കഴിയും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് അല്പം യാഥാർത്ഥ്യ ബോധത്തോടെ നമുക്കൊന്ന് സംസാരിക്കാം. മാതാപിതാക്കൾ മക്കളുടെ ജീവിതത്തിലേക്ക്, അവരുടെ കുടുംബ ജീവിതത്തിലേക്ക് അമിതമായിട്ട് ഇടപെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവരുപദേശം നൽകുക മാത്രമല്ല ചെയ്യുന്നത്, അവരൊരു സമ്മർദ്ദം സൃഷ്ടിക്കുകയാണ്. ഈ മക്കൾക്ക് എൻ്റെ മാതാപിതാക്കൾ അങ്ങനെ പറയുന്നത് കൊണ്ട്, അവരോടൊരു പ്രതിബദ്ധത മനസ്സിൽ വരുന്നത് കൊണ്ട് അവരെ അനുസരിക്കണം എന്നുള്ള ഒരു സമ്മർദ്ദം ഈ മാതാപിതാക്കൾ അറിയാതെ ആ മക്കളുടെ ജീവിതത്തിലേക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് മക്കളെക്കാൾ കൂടുതൽ അവയർനെസ് ഉണ്ടാവേണ്ടത് മാതാപിതാക്കൾക്കാണ്. അതുകൊണ്ട് അവരിൽ നിന്ന് ഒരല്പം അകൽച്ച, 18 വയസ്സുവരെ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും മാതാപിതാക്കൾക്കാണ്. പ്രായപൂർത്തിയായി കഴിയുമ്പോൾ മക്കൾ മാതാപിതാക്കളുടെ സുഹൃത്തുക്കളെ പോലെ മാറണം. ആ ബന്ധം വളരേണ്ടത് അനിവാര്യമാണ്. അങ്ങനെ വരുന്നില്ല എങ്കിൽ സംഘർഷങ്ങൾ ഈ ബന്ധങ്ങളിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അപ്പോൾ ഈ ഒരു സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് സംഭവിക്കുന്നത്, ഈ മാതാപിതാക്കളായി നിൽക്കുന്നവരുടെ അവരെ വിഷമിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് ഈ മക്കൾക്ക് സ്വതന്ത്രമായിട്ടൊരു തീരുമാനമെടുക്കാൻ സാധിക്കാതെ വരുന്നു. അവർ ഇതിനിടയിൽപ്പെട്ട് ഞെരുങ്ങുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. ഈ ഞെരുക്കം ചെന്ന് അവസാനിക്കുന്നത് സംഘർഷങ്ങളിലാണ്. വലിയ വഴക്കുകൾ ഈ ദമ്പതികൾ തമ്മിൽ പുതുതായിട്ടൊരു നല്ല ജീവിതം സ്വപ്നം കണ്ട് ജീവിതയാത്ര ആരംഭിക്കുന്ന അവരുടെ ഇടയിലേക്ക് സംഘർഷത്തിന് കാരണമാകുന്നു. ഓർക്കേണ്ട ഒരു കാര്യം, മാതാപിതാക്കൾ അറിയണം, ഈ മകൻ പങ്കാളിയായിട്ട് ജീവിതത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ആ പെൺകുട്ടി മറ്റൊരു കുടുംബത്തിൽ മറ്റൊരു സാഹചര്യത്തിൽ വളർന്നു വന്ന ഒരു വ്യക്തിയാണ്. ആ കുട്ടിക്കും ഉണ്ടാവാം സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ. അപ്പോൾ അവരുടെ ആ ഒരു ആഗ്രഹം, ആ കുട്ടിയുടെ ആഗ്രഹവും ഭർത്താവായി നിൽക്കുന്ന ഈ മാതാപിതാക്കളുടെ മകൻ്റെ ആഗ്രഹവും തമ്മിൽ ഒരുമിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരുമ്പോഴാണല്ലോ ആ കുടുംബജീവിതം സന്തോഷകരമായിട്ട് മാറുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബകാര്യങ്ങളിൽ ഇടപെടാതെ മാറി നിൽക്കാനുള്ള ഒരു ചിന്ത, അത് സ്വാഭാവികമായിട്ടും ഈ മാതാപിതാക്കളുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതാണ്. പലപ്പോഴും ഈ മകൻ്റെ മാതാപിതാക്കളുടെ ഇടപെടൽ, അവരുടെ കുടുംബജീവിതത്തിലേക്കുള്ള ഇടപെടൽ എന്നുള്ളത് ഒരു പുതിയ കുടുംബം തുടങ്ങുന്നതിന് പകരം ഒരു പഴയ കുടുംബത്തിൻ്റെ ഒരു തുടർച്ച മാത്രമായിട്ട് മാറുകയാണ്. പുതുതായിട്ടൊന്നും ആരംഭിക്കാൻ പറ്റാതെ ഞങ്ങൾ ചെയ്തതാണ് ശരി, അല്ലെ ഞങ്ങൾ ചെയ്യുന്നതാണ്, നമ്മുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യമാണ് ശരി, എല്ലാം അങ്ങനെ പോകണം എന്ന് വാശി പിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോഴാണ് കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ഇടപെടലുകൾ കാരണം പലപ്പോഴും വിവാഹമോചനങ്ങൾ പോലും സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ മാതാപിതാക്കൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ മക്കളുടെ കുടുംബജീവിതത്തിലേക്ക് ഇടപെടാതെ മാറി നിൽക്കുക. അവർ പ്രായപൂർത്തിയായവരാണ്. അവരവരുടെ തീരുമാനങ്ങൾ എടുക്കട്ടെ, അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ അവർ കൈകാര്യം ചെയ്യട്ടെ. ആവശ്യമുള്ളപ്പോൾ അവർ നിങ്ങളെ തേടി വരും. നിങ്ങളുടെ അടുത്ത് അവർ ചോദിക്കും, ഞങ്ങളെ സഹായിക്കാമോ, ഞങ്ങൾക്ക് ഗൈഡൻസ് തരാമോ. അപ്പോഴാണ് മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ നിങ്ങൾ വിജയിക്കുന്നത്. ഇത് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ സംസാരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, എങ്ങനെയാണ് മാതാപിതാക്കൾക്ക് ഈ ദാമ്പത്യ ജീവിതം ആരംഭിക്കുന്ന മക്കളെ സഹായിക്കാനായിട്ട് കഴിയുക. ഈ വീഡിയോ കാണുന്ന മാതാപിതാക്കളോട് പറയാനുള്ളത് ഇതാണ്: നിങ്ങളുടെ മക്കളെ, വിവാഹിതരായ മക്കളെ സഹായിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അവരെ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ്. അവർ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യട്ടെ, അതിന് അവസരം നൽകുക. അവർ തെറ്റുകൾ വരുത്തട്ടെ, തെറ്റുകൾ വരുത്തി പഠിക്കട്ടെ. അവർ സ്വന്തമായിട്ട് അവരുടെ ജീവിതത്തിൻ്റെ ആ ഈണവും താളവും ഒക്കെ അവർ കണ്ടെത്തട്ടെ. അങ്ങനെ അവരെ അനുവദിക്കുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ അവർ യഥാർത്ഥത്തിൽ അവരുടേതായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാനായിട്ട് പോവുക. അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ള മക്കൾ നിങ്ങളുടെ അടുത്തേക്ക് തീർച്ചയായിട്ടും സഹായം ചോദിച്ചു വരും. അപ്പോൾ മാത്രം സഹായിക്കുക. അവർ ഒരു തുടക്കത്തിൽ അവർ ചോദിച്ചാൽ പോലും അവരോട് പറയാം, നീ ചെയ്തു നോക്ക്, നീ പരാജയപ്പെട്ടാൽ നമുക്ക് അടുത്ത വഴി നോക്കാം, ധൈര്യമായിട്ട് പോക്കോ, ഞങ്ങൾ കൂടെയുണ്ട്. അപ്പം ഇങ്ങനെ ഒരു മകനോ അല്ലെങ്കിൽ മകളോ കേൾക്കാൻ തുടങ്ങുമ്പോൾ അറിയാതെ അവരുടെ ധൈര്യം വർദ്ധിക്കാൻ തുടങ്ങും. അവരുടെ ജീവിതത്തിൽ നിങ്ങളെക്കുറിച്ച് മതിപ്പ് കൂടും, നിങ്ങളോടുള്ള സ്നേഹവും ബഹുമാനവും വർദ്ധിക്കും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ടെക്നിക്ക് കൂടിയാണ് നമ്മുടെ ബന്ധങ്ങളെ വളർത്തുന്നതിലും പരിപോഷിപ്പിക്കുന്നതിലും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് സഹായം ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടാവണം. എല്ലാ കാര്യങ്ങളിലും ഉപദേശം നൽകി അവരെ നിയന്ത്രിക്കാനായിട്ട് പോവരുത്. അവരുടെ ഇഷ്ടങ്ങളെയും അവരുടെ താല്പര്യങ്ങളെയും ബഹുമാനിക്കുക, അംഗീകരിക്കുക. അപ്പോൾ ആ ഒരു അംഗീകാരവും ബഹുമാനവും ഒക്കെ ആ ബന്ധത്തെ പരിപോഷിപ്പിക്കും.
അത് നിങ്ങളെ വളർത്തും. മക്കൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, അത് അവർക്ക് അവരുടേതായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാനായിട്ട് താല്പര്യമുള്ളത് കൊണ്ടാണ്. നിങ്ങളത് അങ്ങനെ അനുവദിക്കുമ്പോഴാണ് നിങ്ങൾ മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ വിജയിക്കുന്നത്. ഇനി ഇങ്ങനെ ഒരു ജീവിതത്തിലാണ് മക്കൾ ഉള്ളത്, മാതാപിതാക്കൾ എപ്പോഴും നിയന്ത്രിക്കുന്ന ഒരു ജീവിതമാണ് മക്കൾ ഉള്ളത് എങ്കിൽ നിങ്ങളത് പറയാതെ ഇരിക്കുന്നതും ഒരുപക്ഷെ അവർക്ക് വിഷമം ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. അവർ അറിയുന്നു പോലും ഉണ്ടാവില്ല. അവർ വിചാരിക്കുന്നത് അവർ നിങ്ങളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള മക്കൾ മാതാപിതാക്കളോട് പറയണം, അമ്മേ അല്ലെങ്കിൽ അച്ഛാ, എനിക്ക് സ്നേഹത്തോടെ ഒരു കാര്യം പറയാനുണ്ട്. ഞങ്ങളുടെ ഒരു ജീവിതം ആരംഭിക്കുകയാണ്. അപ്പം ഞങ്ങൾ കുറച്ച് തെറ്റുകളൊക്കെ വരുത്തി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വഴിയൊന്ന് സ്വയം വെട്ടിയെടുക്കാനായിട്ടാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഒന്നുണ്ടായാൽ മതി. ഒരുപക്ഷെ നിങ്ങൾ ഒത്തിരി ഉപദേശങ്ങളൊക്കെ തരുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പം അത് പ്രശ്നങ്ങൾക്ക് കാരണമാകാനായിട്ട് സാധ്യതയുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ. ഇങ്ങനെ ഒരു തുറന്ന ഒരു സംഭാഷണം നിങ്ങളുടെ മാതാപിതാക്കളുമായിട്ട് നടത്താനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ ബഹുമാനിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ആ തുടങ്ങുന്ന കുടുംബം ഒരു പുതിയ കുടുംബമായിട്ടാണ് യാത്ര ആരംഭിക്കുക. പുതിയ വഴികൾ വെട്ടട്ടെ, പുതിയ യാത്രകൾ ആരംഭിക്കട്ടെ. അങ്ങനെ ഒരു നല്ല സന്തോഷമുള്ള ജീവിതം എല്ലാ മക്കൾക്കും ലഭിക്കട്ടെ. നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ചിന്തകന്മാർ പറയുന്നൊരു കാര്യമുണ്ട്, വിവാഹം എന്ന് പറയുന്നത് നമ്മളൊരു തൈ നടുന്നത് പോലെയാണ്. ഒരു മരത്തിൻ്റെ തൈ അത് വളരുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് എല്ലാ ദിവസവും നമ്മളത് പിഴുതു നോക്കിക്കഴിഞ്ഞാൽ നമ്മളതിനെ നശിപ്പിക്കുകയാണ് ചെയ്യുക. അതുപോലെയാണ് നമ്മുടെ കുടുംബജീവിതം എന്ന് പറയുന്നത്. ഒരു ദമ്പതികൾ അവർ പുതുതായ കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ അവർക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള ഇടം നൽകുകയും സ്നേഹത്തോടെ പരിപാലിക്കുകയും അതിൻ്റെ വേരുകളിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്താൽ, അതായത് ഇവരുടെ ഒരുമിച്ചുള്ള യാത്രയിൽ വിശ്വാസം അർപ്പിച്ച് അവരുടെ കൂടെ നിൽക്കുകയും ചെയ്താൽ അത് കരുത്തോടെ വളർന്ന് തഴയ്ക്കാൻ തുടങ്ങും. അതാണ് മാതാപിതാക്കൾ കണ്ട് ആസ്വദിക്കേണ്ടത്. നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള മക്കൾ എന്നാണ് നിങ്ങൾ കരുതുന്നത് എങ്കിൽ അത് നിങ്ങളുടെ പരാജയമാണ്. മാതാപിതാക്കളുടെ വിജയം എന്ന് പറയുന്നത് 18 വയസ്സ് കഴിഞ്ഞ് സ്വന്തം കാലിൽ നിൽക്കാനും പറന്നുയരാനും സാധ്യതയുള്ള മക്കൾക്ക് ഫോർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആയിരിക്കട്ടെ നമ്മുടെ കുടുംബജീവിതം. അങ്ങനെ പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ, നമ്മുടെ കുടുംബങ്ങളെ ആനന്ദം നിറഞ്ഞതാക്കി മാറ്റാനായിട്ട് നമുക്ക് കഴിയട്ടെ. അപ്പോൾ ഈ സന്ദേശം കേൾക്കേണ്ട ആളുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യാനായിട്ട് മടിക്കരുത്. ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റൊരു വീഡിയോ കാണാനായിട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വീണ്ടും കാണാം.